ഹലോ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ. അപ്പോൾ അങ്ങനെ അലീന വൈജയന്തിയായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണല്ലോ. മാഡം ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ, അവിടെ മാഡത്തിൻ്റെ ബ്രദർ താമസിച്ചിരുന്നില്ലേ, പിന്നീട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം എന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ആഗ്ര ചരിത്രം കുറച്ചൊക്കെ അറിയാം എന്ന് പറയാണ്. പക്ഷേ അതിനുശേഷം ശാസ്താംകോട്ടയിൽ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി കിട്ടാനുണ്ട്, വിവരങ്ങൾ കുറച്ചുകൂടി കിട്ടാനുണ്ട് എന്ന് പറയണം. അതുകൂടി കേട്ടപ്പോൾ വൈജയന്തി ആകെ തീർന്നു കേട്ടോ. ആകെ തകർന്നു പോവുകയാണ് വൈജയന്തി. പിന്നെ ഒന്നും വൈജയന്തിക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, വായ അടഞ്ഞു പോയേക്കാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം പേടിക്കൊന്നും വേണ്ട, ഇത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഞാൻ ഇത് ആരോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഇനി ഒട്ടും ആരോടും പറയാനും പോകുന്നില്ല എന്ന് പറയാണ് അലീന. അതുകൂടി കേട്ടതോടുകൂടിയിട്ട് തൃപ്തിയായി, വൈജയന്തിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും വൈജയന്തിക്ക് അറിയത്തില്ല. കാരണം വൈജയന്തി ഇതുവരെ ഒരാൾ പോലും അറിയാത്ത, കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന കാര്യം ഇന്നലെ ഇങ്ങോട്ടേക്ക് സെർവൻ്റായിട്ട് കയറി വന്ന് ഇവളെ ഇങ്ങനെ അറിഞ്ഞു എന്നുള്ള ആ സംശയം വൈജയന്തിയുടെ മനസ്സിലുണ്ട്. അതും ഏത് രഹസ്യം, ഏറ്റവും ഈ ലോകത്തോട് ഒരിക്കലും വിളിച്ചു പറയാൻ ആഗ്രഹിക്കാത്തൊരു രഹസ്യമാണത്, ഒരിക്കലും ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണത്. അപ്പം അങ്ങനെ ഒരു കാര്യം അലീന എങ്ങനെ അറിഞ്ഞു? ഇത് ഇനി ഈ കുടുംബത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഈ കുടുംബം തന്നെ തകർന്നു പോകുമെന്നൊക്കെ അറിയാം. അപ്പം അത്രയും വലിയൊരു ബോംബ് തന്നെയാണ് അത്. ആ കാര്യമാണ് അലീന സൂചിപ്പിക്കുന്നത്. അത് കേട്ടതോടുകൂടിയിട്ട് വൈജയന്തി തീർന്നു. അങ്ങനെ വൈജയന്തി അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിനുശേഷം അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, നിന്റെ ജോലിയൊക്കെ തീർന്നോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ആ തീർന്നു മുത്തശ്ശി എന്ന് പറയാണ്. വൈജയന്തി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അവരുടെ ദേഷ്യമൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ, ആ ദേഷ്യം ഉടനെ ഒന്നും മാറത്തില്ല മുത്തശ്ശി, ഞാനേ എന്നെ അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ജ്യൂസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപടിയായിട്ട് കുടിച്ച് കളയും, അത്രയ്ക്കുണ്ടാ ദേഷ്യം എന്ന് പറയാണ്. അവൾ എന്താണാവോ ഇങ്ങനെ, അവളൊന്നും നന്നാവാനും പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇപ്പോഴും വന്നു എൻ്റെ അടുത്ത് കിച്ചണിൽ, പക്ഷെ അപ്പോഴും ഞാനൊരു ഡോസ് കൊടുത്തു വെച്ചേക്കാണ് എന്ന് പറയാണ്. എന്നെ പറഞ്ഞയക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞു, നാളെ തന്നെ എൻ്റെ ശമ്പളമൊക്കെ തന്ന് തീർത്ത് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോവാണെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു അവളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അതേപടി നടപ്പാക്കുന്ന ആളാണ്. അത് അതിൽ നിന്ന് ഒന്നും മാറി തീരുമാനമെടുക്കില്ല, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. അങ്ങനെ ഒരു വാശിയുണ്ട് അവൾക്ക് എന്നൊക്കെ പറയുമ്പോൾ, നിന്നെ എങ്ങാനും പറഞ്ഞയക്കോടി മോളെ എന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശി പേടിക്കണ്ട, എന്നെ അങ്ങനെയൊന്നും പറഞ്ഞയക്കാനൊന്നും പറ്റത്തില്ല, എൻ്റെ ഓഹരി കിട്ടിയാലേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറയുമ്പോൾ, നിൻ്റെ ഓഹരിയോ, നിനക്ക് എന്ത് ഓഹരി ഇവിടെ നിന്ന് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി പേടിച്ചു പോയല്ലേ, ഇതുപോലൊരു ട്രിക്ക് ഞാൻ അവിടെയും കൊടുത്തിട്ടുണ്ട്, ഇതുപോലൊരു ഡോസ് ഞാൻ മുത്തശ്ശിയുടെ മോൾക്കും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ഉടനെ ഒന്നും പറഞ്ഞയക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയാണ് അലീന. ഓ, നീ ഓരോ സൂത്രങ്ങളും പഠിച്ചു വെച്ചുകൊണ്ട് വന്നേക്കാണ് പെണ്ണ്, എറണാകുളത്ത് പോയി വന്നപ്പോൾ കിട്ടിയതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, കുറച്ചൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ്, പിന്നെ എൻ്റെ കയ്യിലുള്ളതും കുറച്ച് ഞാൻ എടുത്തിട്ടു എന്നൊക്കെ പറയാണ് അലീന. അങ്ങനെ എന്നിട്ട് പിന്നെ അലീനയൊക്കെ ബാലചന്ദ്രനും വൈജയന്തിയും കല്യാണം കഴിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ മുത്തശ്ശിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കണമല്ലോ. മുത്തശ്ശി അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ സൂത്രത്തിൽ, മുത്തശ്ശി ഇപ്പോൾ ആകെ സെറ്റപ്പ് ആയല്ലോ എന്നൊക്കെ ചോദിച്ച്, നീ എന്താ കാര്യം ചോദിക്കാൻ വന്നത്, അത് ചോദിക്കുക എന്ന് പറയണം മുത്തശ്ശി. അല്ല മുത്തശ്ശി അന്ന് എന്നോട് പറഞ്ഞില്ലേ ആ കാര്യം ഞാൻ പിന്നീട് പറയാമെന്ന് ചോദിക്കുമ്പോൾ, ഏത് കാര്യം എന്ന് തെളിച്ച് പറഞ്ഞാലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി പറഞ്ഞില്ലേ ബാലചന്ദ്രൻ സാറും മാഡവും തമ്മിലുള്ള കല്യാണം നടക്കാനുണ്ടായ കാര്യങ്ങളൊക്കെ, സാഹചര്യങ്ങളൊക്കെ മുത്തശ്ശി പറയാമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അക്കാര്യമാണോ, അതെ മുത്തശ്ശി എന്ന് പറഞ്ഞില്ലേ, ബാലചന്ദ്രൻ സാറ് മുത്തശ്ശിയുടെ ഒക്കെ വീട്ടിലെ കൈതക്കൽ മാളിക വീട്ടിലെ ആശ്രിതനായിരുന്നു, അവിടുത്തെ കാര്യസ്ഥനായിരുന്നു സാറിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ഫാമിലിയിൽ നിന്ന് ബാലചന്ദ്രൻ സാറിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ഒരു വലിയ കഥയാണ് മോളെ, ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരത്തില്ല, എന്നാലും മുത്തശ്ശി പറ, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ എന്ന് പറയാണ് അലീന. അത് എങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു തുടങ്ങാം, മുത്തശ്ശി പറ, എങ്ങനെയാണ് അവരുടെ കല്യാണം നടക്കാണ്ടായ സാഹചര്യം, അങ്ങനെ അതൊക്കെ അറിഞ്ഞാലും മതി എന്ന് പറയട്ടോ. അലീനയ്ക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാവണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓരോ വിവരങ്ങൾ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ വൈജമോൾക്ക് ഒട്ടും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ കല്യാണത്തിന്. അതെന്താ മുത്തശ്ശി, അതൊക്കെ ഞാൻ പറയാം, നീ ക്ഷമയോടൊന്ന് കേൾക്ക് എന്ന് പറയണം മുത്തശ്ശി. എന്നിട്ട് പറയുന്നുണ്ട്, വൈജമോൾ ഇപ്പോൾ കാണുന്ന മാതിരിയൊന്നും ആയിരുന്നില്ല, നല്ല സുന്ദരിയായിരുന്നു, ഇപ്പോഴല്ലേ ഈ തടിയൊക്കെ വെച്ചത്, അന്ന് നല്ല സുന്ദരിയായിരുന്നു. നമ്മുടെ കൊല്ലപ്പള്ളി ഏരിയയിൽ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നില്ല ഇത്രയും സുന്ദരിയായത്, അത്രയും സൗന്ദര്യമുള്ള കൊച്ചായിരുന്നു, എന്ത് ഭംഗിയായിരുന്നു എന്നറിയാവോ, എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കും വൈജമോളെക്കുറിച്ച്, എല്ലാ ചെറുക്കന്മാരും, ആ നാട്ടിലുള്ള മുഴുവൻ ചെറുക്കന്മാരും വീടിൻ്റെ ഉമ്മറത്തൂടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കും വൈജമോളെ കാണാനായിട്ട്. കോളേജിലും ഒക്കെ പോകുന്ന സമയത്ത് ചെറുക്കന്മാർ പുറകെ വരും എന്നുള്ളത് കൊണ്ട് അച്ഛനും, അതായത് എൻ്റെ ഭർത്താവ് കുഞ്ഞിരാമേട്ടനും അതുപോലെ അവളുടെ ചേട്ടന്മാരൊക്കെ കൂടെ പോകുമായിരുന്നു. ഈ ശിവനും അതുപോലെ ഗംഗാധരനൊക്കെയാണ് കോളേജിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നതും തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നതും. എപ്പോഴും ചെറുക്കന്മാരെ ശല്യപ്പെടുത്തും. അതുപോലെ അവർക്കൊന്നും അങ്ങനെ ഇഷ്ടമേ അല്ലായിരുന്നു ഇങ്ങനെ ചെറുക്കന്മാരെ പുറകെ നടക്കുന്നതൊന്നും. അത്രയും ഭംഗിയായിരുന്നു. പക്ഷേ നല്ല എല്ലാവരോടും ഭയങ്കര സ്നേഹവും ഒക്കെയായിരുന്നു വൈജിക്ക്. അതുപോലെ എല്ലാവർക്കും, കുടുംബത്തിലുള്ള ആര് വന്നാലും വൈജിയെ അന്വേഷിക്കും.
എല്ലാവരോടും നല്ല പെരുമാറ്റമായിരുന്നു, നല്ല സ്നേഹത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാവോ ആ സമയത്തൊക്കെ. നല്ല ശാലീന സുന്ദരി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയായിരുന്നു. മെലിഞ്ഞിട്ട് ഇപ്പോഴല്ലേ ഈ തടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ഭംഗിയൊക്കെ പോയി. അന്ന് എന്ത് സുന്ദരിയായിരുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നത് ഇപ്പോഴും ഭംഗിക്ക് കുറവൊന്നുമില്ല, ആ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് മാറ്റിയാൽ മതി, അത്രയും സുന്ദരിയൊക്കെ തന്നെയാണ്, ഇപ്പോഴും സുന്ദരിയൊക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ നീ മാത്രമേ ഇങ്ങനെ പറയത്തുള്ളൂ കേട്ടോ, നിന്നെ എത്രത്തോളം ദ്രോഹിക്കാമോ അത്രയും ദ്രോഹിച്ചിട്ട് നീ വീണ്ടും അവളെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എന്താ ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത്, നിനക്ക് എന്താ അവളോട് ദേഷ്യമൊന്നും തോന്നാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യമൊന്നും തോന്നത്തില്ല മുത്തശ്ശി, എനിക്ക് ഒട്ടും ദേഷ്യം തോന്നത്തില്ല, എന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് വിഷമം ഉണ്ടാകും, പക്ഷേ എനിക്ക് ഒരിക്കലും ദേഷ്യമൊന്നും തോന്നത്തില്ല എന്ന് പറയാണ് അലീന. എന്നിട്ട് മുത്തശ്ശി ബാക്കി പറ കേൾക്കട്ടെ. ഓ എന്താ പെണ്ണിനൊരു ആവേശം ഇങ്ങനെ കഥ കേൾക്കാനായിട്ട്, എനിക്ക് വയ്യ പെണ്ണെ, മുത്തശ്ശി പറ എങ്ങനെയാണ് അവർ എന്നിട്ട് വിവാഹത്തിലേക്കൊക്കെ എത്തിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനിടയ്ക്ക് അവൾ ആഗ്രയിലേക്ക് പഠിക്കാനായിട്ടല്ല, ഗംഗാധരൻ്റെ ഭാര്യ മാലിനി ഉണ്ടല്ലോ, മാലിനി പ്രസവിച്ച് കിടന്നപ്പോൾ അവിടെ ഒരു സഹായത്തിനായിട്ട് കൊണ്ടുപോയതാണ് ഗംഗാധരൻ. ഇവിടെയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയം, അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പം അച്ഛനും സമ്മതിച്ചു, കാരണം ഗംഗാധരൻ്റെ കൂടെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ അതേ സ്വഭാവമാണ് ഗംഗാധരന്, കാരണം പട്ടാള ചിട്ടയാണ്, ലെഫ്റ്റനൻറ്റ് കേണലൊക്കെ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ചിട്ടയൊക്കെയാണ്. അതുകൊണ്ട് അച്ഛന് ഒട്ടും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഗംഗാധരൻ്റെ കൂടെ എങ്ങോട്ട് വിടാനും അച്ഛന് ധൈര്യമായിരുന്നു. പക്ഷേ മറ്റുള്ളവരൊന്നും അങ്ങനെയല്ല കേട്ടോ, വൈജ എന്ത് പറയുന്നു അതൊക്കെ അവർ സാധിപ്പിച്ചു കൊടുക്കും. ഗംഗാധരനും അങ്ങനെയൊക്കെ തന്നെയാണ്, വൈജയുടെ ഇഷ്ടങ്ങൾക്കൊന്നും എതിരെ നിൽക്കത്തൊന്നുമില്ല, പക്ഷേ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. വൈജയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു, അച്ഛനെ പോലെ തന്നെ പേടിയായിരുന്നു ഗംഗാധരനെ. അതുകൊണ്ട് ഗംഗാധരൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. പിന്നെ അവിടെ കുറച്ച് നാൾ സ്കൂളിലൊക്കെ ജോലി ചെയ്തു, അതുപോലെ അവിടെ തന്നെ പഠിക്കാനൊക്കെ PG പഠിക്കാനൊക്കെ അവിടെ തന്നെ ജോയിൻ ചെയ്തു. അതുകൊണ്ട് കുറച്ച് നാൾ അവിടെ തന്നെ ആയിരുന്നു അവൾ. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഗംഗാധരന് അവിടുന്ന് സ്ഥലം മാറ്റം കിട്ടിയതിന് ശേഷമാണ് വൈജ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നാട്ടിലേക്ക് എന്നിട്ട് കൊല്ലപ്പള്ളിയിലേക്കാണോ മുത്തശ്ശി വന്നതെന്ന് ചോദിക്കുമ്പോൾ കൊല്ലപ്പള്ളിയിലേക്കല്ല, അവിടെ എൻ്റെ സഹോദരനുണ്ടെന്ന് പറഞ്ഞില്ലേ രാവണി മേനോൻ, അദ്ദേഹത്തിൻ്റെ എൻ്റെ ചേട്ടനാണ്, ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത് എന്ന് പറയാണ്. അതെന്താ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വരാതെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര കഥയാണ് മോളെ, അതൊക്കെ ഇപ്പോൾ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ തീരത്തില്ല എന്ന് പറയണേ. അപ്പോൾ ഈ ഗംഗാധര മേനോൻ അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അലീന. അവനിപ്പോൾ റിട്ടയർഡ് ആയല്ലോ, ഇപ്പോൾ നീലഗിരിയിൽ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. എന്നാലും മുത്തശ്ശി അവിടെ ജീവിച്ചിട്ട് എന്താണ് മാഡത്തിന് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സ്വഭാവം മാറാൻ കാരണം എന്തായിരിക്കാം? മാഡം നല്ല സ്നേഹത്തിലാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത്, അതുപോലെ എല്ലാവർക്കും മാഡത്തിനോടും ഭയങ്കര സ്നേഹമായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞല്ലോ. പിന്നെ അവിടുന്ന് വന്നതിന് ശേഷമാണ് മുത്തശ്ശി പറഞ്ഞില്ലേ, അവിടുന്ന് വന്നതിന് ശേഷമാണ് വൈജയുടെ സ്വഭാവം ആകെ മാറിപ്പോയതെന്നൊക്കെ, അതിനെന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഒന്ന് പതറുന്നുണ്ട് കേട്ടോ, എന്താ ഇപ്പോൾ ഇവളോട് പറയാം, അവിടെ ഉണ്ടായ സംഭവങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എന്താണ് അറിയത്തില്ല മോളെ, അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവിടുന്ന് പോകുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അവിടെ തന്നെ നിൽക്കണം എന്നായിരിക്കും അവളുടെ ആഗ്രഹം. പക്ഷേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാതെ ഞാൻ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞത് കാരണമാണ് ശാസ്താംകോട്ടയിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയാണ് മുത്തശ്ശി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അത് മാത്രമാണോ മുത്തശ്ശി കാരണം, വേറൊരു കാരണവും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കണം. അല്ല മുത്തശ്ശി, ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരാതെ ശാസ്താംകോട്ടയിലേക്ക് പോയതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവിടുന്ന് ആഗ്രയിൽ നിന്ന് വരാൻ അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, അവന് ഗംഗാധരന് അവിടുന്ന് സ്ഥലമാറ്റം കിട്ടിയിട്ടും അവൾ അവിടെ തന്നെ നിൽക്കാമെന്ന് വാശി പിടിച്ചു, പക്ഷെ ആരും സമ്മതിച്ചില്ല, അങ്ങനെയാണ് നാട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. അപ്പോഴും അവൾ വാശി പിടിച്ചു, ഞാൻ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ വാശി പിടിച്ചു. മുത്തശ്ശി പറയുന്നതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ടല്ലോ എന്ന് അലീന ചോദിക്കാട്ടോ. നീ എന്തൊക്കെയോ പറയുന്നത്, എന്ത് പൊരുത്തക്കേടെന്നാ? അല്ല എന്തോ എനിക്ക് അങ്ങനെ തോന്നി. എന്നിട്ട് മുത്തശ്ശി ബാക്കി പറയാമെന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് നാൾ അവിടെ നിന്നു, ഏകദേശം 1 വർഷത്തോളം നിന്നു അല്ലേ മുത്തശ്ശി ചോദിക്കുമ്പോൾ അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കണം അലീന. അല്ല ഞാൻ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടിയതാ, നിന്റെ കണക്ക് കൂട്ടൽ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറയാട്ടോ മുത്തശ്ശി. എന്നാലും ബാക്കി പറയാമെന്ന് പറയുമ്പോൾ അങ്ങനെ ഏകദേശം 1-1.5 വർഷത്തോളം അവിടെ നിന്നു, അതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്നത്. പിന്നീട് കല്യാണാലോചനയൊക്കെ തുടങ്ങി എന്ന് പറയാണ്. അതെന്താ മുത്തശ്ശി പെട്ടെന്ന് കല്യാണാലോചന തുടങ്ങി വീട്ടിലേക്ക് വന്നപ്പോഴും ചോദിക്കുമ്പോൾ പിന്നെ അവൾക്ക് കല്യാണപ്രായം ആയിരുന്നില്ലേ, പിന്നെ ഒരുപാടൊന്നും വെച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല, അതെന്താ മുത്തശ്ശിയും ചോദിക്കുകയാണ്. നീ ഞാൻ പറയണതൊന്നാണ്ട് കേൾക്ക്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിർത്തുമെന്ന് പറയുമ്പോൾ ഇല്ലല്ലോ മുത്തശ്ശി പറയാമെന്ന് പറയണം. അങ്ങനെ 1-2 ആലോചനകൾ കുടുംബത്തിൽ നിന്ന് തന്നെ വന്നു, പക്ഷേ വൈജ അതിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു എന്തൊക്കെയോ കുഴപ്പങ്ങളിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. ലാസ്റ്റ് ഗംഗാധരനും അതുപോലെ കുഞ്ഞിരാമേട്ടനും ഒക്കെ കൂടി ചേർന്ന് ഒരു തീരുമാനം എടുക്കായിരുന്നു ബാലചന്ദ്രനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന്. വൈജ അതിന് എതിരായിരുന്നു, വൈജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ബാലചന്ദ്രനെ വിവാഹം കഴിക്കാനായിട്ട്. അതെന്താ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഒരുപാട് അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ അവളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെയാണ്, പിന്നെ ആഗ്രയിൽ നിന്ന് വന്നതിന് ശേഷം അവളുടെ സ്വഭാവം ആകെ മാറിപ്പോയി എന്നൊക്കെ പറയാണ് മുത്തശ്ശി. എന്നാലും എന്തായിരിക്കാം അതിനുള്ള കാരണം എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നത്, മുത്തശ്ശിക്ക് ഇങ്ങനെ ആകെ വല്ലാതാവട്ടെ. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഓർക്കുമ്പോൾ ഒരിക്കലും ആരും അറിയാൻ സാധ്യതയില്ലാത്ത, ആരും അറിയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്, ആരും അറിയുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ്, കാരണം വൈജയുടെ കുടുംബജീവിതം തന്നെ തകർന്നു പോകും.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് പിന്നീട് എല്ലാവരും കൂടി നിർബന്ധിച്ചാണ് ബാലചന്ദ്രനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. ബാലചന്ദ്രന് ചെറുപ്പം മുതലേ വൈജയെ ഇഷ്ടമായിരുന്നു. പക്ഷേ വൈജ ഒരിക്കലും ബാലചന്ദ്രനെ അങ്ങനെ രീതിയിൽ കാണുകയോ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം കുടുംബത്തിലെ ഒരു ആശ്രിതൻ എന്നുള്ള രീതിയിൽ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പിന്നീട് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് സമ്മതിച്ചതാണ്. വിവാഹം കഴിഞ്ഞിട്ടും ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകാനൊക്കെ മടിയായിരുന്നു. പിന്നെ കാലക്രമേണ അതൊക്കെ മാറി അവർ തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ എന്നാലും ബാലചന്ദ്രൻ ആയതുകൊണ്ടാണ് അവളെ സഹിക്കുന്നത്. അവളുടെ ആ എടുത്തുചാട്ടവും വാശിയും ദേഷ്യമൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇത്രയൊക്കെ കൊണ്ടുപോകുന്നത് ബാലചന്ദ്രൻ ആയതുകൊണ്ടാണെന്നൊക്കെ മുത്തശ്ശി പറയണം. അതിൻ്റെ ഇടയ്ക്കൊക്കെ മുത്തശ്ശിക്ക് ഇങ്ങനെ വേദന എടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അവളെ എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്, ഞാൻ ഇനി ഒന്ന് കിടക്കട്ടെ, ഇനി ബാക്കി നമുക്ക് പിന്നെ പറയാം എന്ന് പറയാട്ടോ. ശരി മുത്തശ്ശി, എന്നാൽ മുത്തശ്ശി കിടന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശി ഉറങ്ങാനായിട്ട് കിടക്കണം. അപ്പോൾ അലീനയും കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന കിടക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞതും മനുവേട്ടൻ പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും ഒക്കെ ഓർക്കുന്നുണ്ട്. മുത്തശ്ശി മുഴുവനായിട്ടൊന്നും വിട്ട് പറയുന്നില്ലല്ലോ. അതേസമയം പിന്നീട് കാണിക്കുന്നത് വൈജയന്തി കേട്ടോ. വൈജയന്തി ആണെങ്കിൽ ആകെ തകർന്ന് പോയിട്ടിരിക്കുകയാണ്. കാരണം അലീന പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുക കേട്ടോ. അലീന ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അകത്തേക്ക് സമ്മാനം കിട്ടിയ ആളുകൾ, കൈ പൊള്ളിയ ആൾക്കാർ മാത്രം പേടിച്ചാൽ പോരെ, എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ല എന്നല്ല അലീന പറഞ്ഞത്. ആ കാര്യം ചോദിച്ചപ്പോഴാണ് ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ, അവിടെ പിന്നീട് അവിടെ ജോലിയൊക്കെ ചെയ്തതല്ലേ, പിന്നീട് ശാസ്താംകോട്ടയിലേക്കൊക്കെ വന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ അലീന ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് വൈജയന്തി. ഇന്നലെ വന്ന് കയറിയ അലീന ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാണ് വൈജയന്തി ചിന്തിക്കുന്നത്. കാരണം ഈ ലോകത്ത് തന്നെ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്, മറ്റ് കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ കമലയ്ക്ക് പോലും ഒന്നും അറിയത്തില്ല. അപ്പം അത്രയും സീക്രട്ടായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എങ്ങനെ അലീന ഇന്നലെ കയറി വന്ന അവൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു, അവൾ ആരാണ് ശരിക്കും എന്നൊക്കെയുള്ള അങ്കലാപ്പിലാണ്. അപ്പോൾ അവൾ പറഞ്ഞല്ലോ ആഗ്രയിലെ കുറച്ച് ചരിത്രങ്ങളൊക്കെ എനിക്കറിയാം, ശാസ്താംകോട്ടയിലെ കാര്യങ്ങൾ മാത്രം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വൈജയന്തി അതിലാകെ അങ്ങനെ തകർന്നിരിക്കണം. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഉറങ്ങുന്നില്ല, നീ എന്താ കുറേ നേരമായാലും ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്, വീണ്ടും അലീനയുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ഞെട്ടി ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താ ബാലചന്ദ്രൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ എന്താ ഉറങ്ങാതിരിക്കുന്നത്, നീ കിച്ചണിലേക്ക് പോകുന്നത് കണ്ടായിരുന്നു അലീനയോട് എന്തൊക്കെയോ സംസാരിക്കാനായിട്ട്, അവളെ നാളെ ഇവിടുന്ന് പറഞ്ഞേക്കുന്നല്ലേ, പിന്നെ എന്താ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, വീണ്ടും അവളുടെ അടുത്തുനിന്ന് വല്ലതും കേട്ടോ, കുറിക്ക് കൊള്ളുന്ന എന്തെങ്കിലും വർത്താനം അവളുടെ അടുത്തുനിന്ന് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ ഉറങ്ങുന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് രാവിലെ ഷോപ്പിലൊക്കെ പോകാനുള്ളതാണ്, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. ജനലിൻ്റെ അടുത്ത് പോയി നിൽക്കും, ഡോറിൻ്റെ അടുത്ത് പോയി നിൽക്കും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അലീന കിടന്ന് ഉറങ്ങുന്ന കേട്ടോ. ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര വേദന എടുത്തിട്ട് ഇങ്ങനെ കരയുന്നതാണ്. അയ്യോ എനിക്ക് ഒട്ടും വയ്യെന്ന് പറഞ്ഞിട്ട് ഈ നടുവിനാണല്ലോ, നടു കുത്തിയാണ് വീണത്, ആ വീൽ ചെയറിലേക്ക് ഇരിക്കാൻ പോകുമ്പോഴാണല്ലോ വീണത്. അത് കാരണം ഭയങ്കര വേദനയായിട്ട് മുത്തശ്ശി ഇങ്ങനെ കരയണം. അലീന അപ്പം ഓർക്കത്തുനിന്ന് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എഴുന്നിട്ട് എന്ത് പറ്റി മുത്തശ്ശി ചോദിക്കുമ്പോൾ, എൻ്റെ മോളെ എനിക്ക് ഒട്ടും വയ്യ, വേദന സഹിക്കാൻ വയ്യ എന്ന് പറയണം. അപ്പോൾ അലീന കുറച്ചൊക്കെ ഒന്ന് തൈലൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് സഹിക്കാൻ വയ്യ മോളെ, എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം, നീ വൈജയ ബാലചന്ദ്രനെ ഒന്ന് വിളിക്കുക, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ അലീന പെട്ടെന്ന് വന്നിട്ട് ബാലചന്ദ്രനെ വൈജയന്തിൻ്റെ ഡോറിൽ ഇങ്ങനെ തട്ടാനായിട്ട് വരും കേട്ടോ. അപ്പം അലീനയ്ക്കൊരു മടിയുണ്ട്, കാരണം അവരുടെ ഒരു റൂമാണല്ലോ. എന്നാലും വാതിലിങ്ങനെ മുട്ടുമ്പോൾ ബാലചന്ദ്രനാണ് വന്ന് വാതിൽ ഓർക്കുന്നത്. എന്ത് പറ്റി അലീന, എന്ത് ഈ നേരത്ത് എന്ന് ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശി അവിടെ കിടന്ന് കരയാണ്, വേദന എടുത്തിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് വൈജയന്തി എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അമ്മയ്ക്ക് വയ്യാന്ന്, അമ്മയ്ക്ക് ഭയങ്കര വേദനയാണെന്ന്, ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് പറയുന്നതെന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട് മുത്തശ്ശിക്ക് ഒട്ടും വയ്യ, വേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് കരച്ചിലാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലാട്ടോ അലീനയുടെ കൂടെ. അവിടെയാണെങ്കിൽ മുത്തശ്ശി വേദന സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ കരച്ചിലാണ്. അപ്പോൾ അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും വയ്യ ബാലേന്ദ്ര, എന്നെ ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറയണം. അങ്ങനെ അവർ പിടിച്ചിട്ട് ബാലചന്ദ്രനും മലീനയെ കൂടി പിടിച്ചിട്ട് മുത്തശ്ശിയെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പെട്ടെന്ന് ബാലചന്ദ്രൻ പോയിട്ട് കാർ എടുത്തിട്ട് വരാം, നിങ്ങൾ വീൽ ചെയർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ പോണത്. അങ്ങനെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് വൈജയന്തിയും മലീനയും കൂടിയിട്ടാണ് സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ കാറ് തിരിച്ചിട്ടതിന് ശേഷം വന്നിട്ട് മുത്തശ്ശിയെ പിടിച്ച് കാറിലേക്ക് കയറ്റിയിരുത്തുകയാണ്. അങ്ങനെ ബാലചന്ദ്രനും വൈജയന്തിയും കൂടിയിട്ട് മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അലീനയാണെങ്കിൽ മുത്തശ്ശിക്ക് ഇങ്ങനെ ഭയങ്കര വേദനയൊക്കെ വന്നല്ലോ, അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് സിറ്റ് ഔട്ടിൽ. അപ്പോൾ അലീന ചിന്തിക്കുന്നുണ്ടായിരുന്നു, ആ സമയത്ത് വൈജയന്തിയുടെ കൂടെ അലീനയും കൂടി പിടിച്ചതായിരുന്നെങ്കിൽ മുത്തശ്ശിക്ക് ഇത്രയും വേദന സഹിക്കേണ്ടി വരത്തില്ലായിരുന്നു എന്ന് അലീന ചിന്തിക്കുകയാണ്. അങ്ങനെ അലീന അകത്തേക്ക് കയറി വാതിലൊക്കെ അടയ്ക്കുന്നുണ്ട്. അങ്ങനെ അതേസമയം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് മുത്തശ്ശിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ബാലചന്ദ്രനും വൈജയന്തി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് നടുവിന് ചെറുതായിട്ടൊരു ചതവുണ്ട്, അപ്പോൾ ആ വീഴ്ചയുടേതാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വീണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വീൽ ചെയറിൽ ഇരിക്കുന്ന സമയത്തൊന്ന് സ്ലിപ്പായി പോയതാണെന്ന് വൈജയന്തി പറയുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി വൈജയന്തിയെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അലീനയും കൂടി പിടിച്ചതായിരുന്നെങ്കിൽ വീഴില്ലായിരുന്നല്ലോ. അങ്ങനെ ആ സമയത്ത് വൈജയന്തി തല താഴ്ത്തുകയാണ്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും, നടുവൊക്കെ ഒന്ന് ബെൽറ്റ് ഇട്ടിട്ട് സെറ്റാക്കണം, എന്നാലേ ഇത് മാറത്തുള്ളൂ. ഉടനെ ഒന്നും മുത്തശ്ശിക്ക് ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നടന്നാൽ മതി എന്ന് പറയാണ്. അതുകൂടി കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ആകെ വിഷമമാണ്, വൈജയന്തിയും ആകെ പെട്ടുപോകണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോൾ കാലിൽ പ്ലാസ്റ്ററൊക്കെ അഴിച്ച് നടക്കാമെന്നൊക്കെയുള്ള ആഗ്രഹത്തിലായിരുന്നു അമ്മ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണ്, വീണ് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതും കൂടി മാറാതെ എങ്ങനെ എഴുന്നേറ്റ് നടക്കുക, കാല് കുത്തുമ്പോൾ ഭയങ്കര വേദനയായിരിക്കുമെന്ന് ഡോക്ടർ പറയണം. എന്തായാലും ഒരു 2 മാസം കൂടെ റെസ്റ്റ് വേണം, എന്നാലേ ആ നടുവിൻ്റെ അത് മാറത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടുവിനൊരു ബെൽറ്റൊക്കെ ഇട്ടിട്ട് മുത്തശ്ശിയെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ ഇവർ വരാത്തത് എന്താണെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ബാലചന്ദ്രനും വൈജയന്തിയും കൊണ്ട് മുത്തശ്ശിയും കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ അലീന ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മുത്തശ്ശിയും കൊണ്ട് വരുമ്പോൾ മുത്തശ്ശിയെ ഇങ്ങനെ താങ്ങി പിടിച്ച് വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. ആ സമയത്ത് എന്ത് പറ്റിയെന്ന് അലീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ വീൽ ചെയറിൽ അമ്മയ്ക്ക് ആ ഇടുപ്പല്ലിന് ഒരു ചതവ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് 2 മാസത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അലീനയ്ക്കും വിഷമാവുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് വീൽ ചെയറിലേക്ക് ഇരിക്കാനായിട്ട് ഞാനും കൂടി പിടിക്കാമെന്ന് പറഞ്ഞതാണ് മാഡത്തിനോട്, മാഡം സമ്മതിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വീണത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി വൈജയെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. ഇനി എന്നെ നോക്കണ്ട, എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു, ഇനിയിപ്പോൾ 2 മാസം കൂടി റെസ്റ്റ് എടുക്കണം എന്നല്ലേ ഉള്ളൂ എന്ന് വൈജയ് പറയുമ്പോൾ നിനക്കത് പറഞ്ഞാൽ മതി, ഇത്രയും നാൾ ഞാൻ ഇവിടെ കിടന്ന് നരകിക്കായിരുന്നു, ഒന്ന് എഴുന്നേറ്റ് നടക്കാമെന്നായപ്പോൾ നിൻ്റെ വാശി കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ വൈജയ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് വാശി കൊണ്ടൊന്നും ഒരിക്കലും നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല, നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ വരത്തുള്ളൂ എന്ന് പറയണം അലീന. അപ്പോൾ അലീന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അലീനയെ ഫേസ് ചെയ്യാൻ വൈജയന്തിക്ക് ഒരു മടിയുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് മുത്തശ്ശിയൊന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനും പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നീ എന്ത് ചെയ്യും, നീ നാളെ അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാമെന്നല്ല തീരുമാനിച്ചേക്കുന്നതല്ലേ, ഇനിയിപ്പോൾ എങ്ങനെ അലീനയെ നീ പറഞ്ഞേക്കും, നീ അലീനയെ പറഞ്ഞേക്കാൻ ഞാൻ തന്നെ തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ തീരുമാനത്തിൽ ചില മാറ്റങ്ങളൊക്കെ എടുക്കേണ്ടി വരും, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജ പോകണം. അപ്പോൾ വൈജയുടെ ഈ മനംമാറ്റം എന്തുകൊണ്ടാണെന്നുള്ള രീതി ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും അലീനയും തന്നെയാണ്. മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ മോളെ എനിക്ക് ഭയങ്കര വേദന, ഇപ്പോൾ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ടൊരു ആശ്വാസമുണ്ട്, അന്നേരം നീയും കൂടി പിടിച്ചതായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരത്തില്ലായിരുന്നല്ലോ, ഒന്ന് എഴുന്നേറ്റ് നടക്കാമെന്ന് എത്ര കൊതിച്ചതാണ് ഞാൻ, ഇനി എത്ര നാളും കൂടി ഞാൻ ഇങ്ങനെ കിടക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല മുത്തശ്ശി, എന്തായെങ്കിലും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, വല്ല പൊട്ടലൊന്നും ഉണ്ടായില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് നാൾ കിടക്കേണ്ടി വന്നേനെ, ഇപ്പോൾ ഇനിയിപ്പോൾ 1.5 മാസം മതിയാകും, 1 മാസം തന്നെ മതിയാകും, ഞാൻ അപ്പോഴേക്ക് ശരിയാക്കിക്കോളാം, മുത്തശ്ശിയെ ഞാൻ നടത്തിച്ചോളാം എന്നൊക്കെ പറയാണ് അലീന. അങ്ങനെ മുത്തശ്ശിക്ക് ഒന്നുകൂടി തൈലൊക്കെ ഇട്ട് കൊടുത്ത് കാലിലൊക്കെ ഒന്ന് തൈലിട്ട് കൊടുത്ത് ചൂട് പിടിച്ചതിന് ശേഷം മുത്തശ്ശിയോട് ഉറങ്ങാൻ പറയുന്നുണ്ട്. അങ്ങനെ മരുന്നൊക്കെ കൊടുത്താണല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. അങ്ങനെ അലീനയും കിടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ ഇമാജിനേഷൻ ആയിട്ട് പറഞ്ഞതാണ്, പക്ഷേ ചില കാര്യങ്ങളൊക്കെ റിയൽ ആയിട്ട് സംഭവിക്കുന്നതുമാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.